പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ NIOS ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെയൊക്കെയുള്ള ഓൺലൈൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NIOS +2 ഹ്യൂമാനിറ്റീസിന്റെ സോഷ്യോളജിന്റെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ 2 മാർക്കിന്റെ വിവിധ ക്വസ്റ്റ്യൻസും ആൻസറുകളുമാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. നമുക്കറിയാം 2024 ഏപ്രിലും തുടർന്നുള്ള ബാച്ചിലും പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ ഇനി പുതിയ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും. പഴയ ക്വസ്റ്റ്യൻ പേപ്പർ 2023 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഫോളോ ചെയ്യാൻ പറ്റില്ല. 24 പുതിയ മോഡലായിരിക്കും എന്നുള്ളത് നമ്മൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും കൂടുതൽ വരുന്നത്. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നമ്മളൊരു 3 വീഡിയോസ് ആയിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഇന്നത്തെ വീഡിയോസിൽ 2 മാർക്കിന്റെ വളരെ കുറഞ്ഞ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉള്ളൂ. അതാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുന്നത്. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. 3 മണിക്കൂറിന്റെ പരീക്ഷയാണ്. ഉച്ചക്ക് 2:30 മണി മുതൽ വൈകുന്നേരം 5:30 മണി വരെയാണ് പരീക്ഷ വരുന്നത്. 80 മാർക്കിന്റെ എഴുത്ത് പരീക്ഷയിൽ 26 മാർക്ക്, 80ന്റെ 33%, 26 മാർക്കാണ് എഴുതി പാസ്സാവേണ്ടത്. അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാത്ത വിദ്യാർത്ഥിയാണെങ്കിൽ അവർക്ക് 100ൽ 33 മാർക്ക് എഴുതി പാസ്സാണ്. അപ്പൊ ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഇൻ അറൌണ്ട് 100 വേർഡ്സ്. 100 വേർഡ്സ് എങ്കിലും വേണം. 100 വേർഡ്സ് എങ്കിലും 2 മാർക്ക്, 100 വേർഡ്സിന്റെ അടുത്തെങ്കിലും വേണമെന്നുള്ളതാണ്. അതിൽ 26ാമത്തെ ക്വസ്റ്റ്യൻസ് മുതലാണ് ഞാൻ വായിക്കുന്നത്. ഡിസ്ക്രൈബ്സ് ദി യൂസ്ഫുൾനെസ് ഓഫ് ഹിസ്റ്റോറിക്കൽ മെത്തേഡ് ഓഫ് സോഷ്യൽ റിസർച്ച് എന്ന് പറയുന്നുണ്ട്. അതായത് സാമൂഹ്യ ശാസ്ത്ര പഠനത്തില് അല്ലെ, സാമൂഹ്യ ശാസ്ത്ര പഠനത്തില് അല്ലെങ്കിൽ സാമൂഹ്യപരമായ ഗവേഷണത്തില് ചരിത്രപരമായ രീതി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പല രീതിയുണ്ട്. താരതമ്യ രീതിയുണ്ട്, പരീക്ഷണ രീതിയുണ്ട്, ചരിത്ര രീതിയുണ്ട്. ഇതൊക്കെ ഒരു സാമൂഹ്യ ശാസ്ത്ര പഠനത്തിന് അല്ലെങ്കിൽ ഒരു സാമൂഹിക ഗവേഷണത്തിന് ഉപയോഗിക്കുന്ന മെത്തേഡുകളാണ്. 4ാമത്തെ അധ്യായത്തിൽ ഇത് പറയുന്നുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അല്ലെങ്കിൽ ഗൈഡിൽ 4ാമത്തെ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. അപ്പോൾ സാമൂഹ്യ ശാസ്ത്ര പഠനത്തിന് നമ്മൾ പല മെത്തേഡുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഹിസ്റ്റോറിക്കൽ, കമ്പാരിറ്റീവ്, എക്സ്പെരിമെന്റൽ. അതിൽ നമ്മൾ ഹിസ്റ്റോറിക്കൽ മെത്തേഡിന്റെ ഉപയോഗത്തെ കുറിച്ചിട്ട് വിവരിക്കാനാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ആൻസർ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നുണ്ട്. ഗൈഡിൽ വളരെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. 4ാമത്തെ ചാപ്റ്ററിൽ ഗൈഡിൽ 19ാമത്തെ പേജിൽ പറയുന്നുണ്ട്. സാമൂഹ്യ പ്രതിഭാസത്തിലെ ഉദയ പ്രതിഭാസങ്ങളെ പുനഃസൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ മുൻകാല രേഖകളും മറ്റ് അറിവുകളുടെയും ഉറവിടങ്ങളും കണ്ടെത്തി പഠിക്കുകയാണ് ചരിത്രപരമായ രീതി കൊണ്ട് അർത്ഥമാക്കുന്നത്. വർത്തമാനകാലത്തെയും ഭാവി കാലത്തെയും അറിയാനും പ്രതീക്ഷിക്കാനും ഭൂതകാലത്ത് നിന്ന് വിശദീകരണങ്ങളും സാമാന്യവൽക്കരണങ്ങളും തേടുകയാണ് ഇതിന്റെ ഉദ്ദേശം. ഭൂതകാലത്തെയും വർത്തമാനകാലത്തെയും ഭാവിയെയും നിശ്ചലവും ചലനാത്മകവുമായ ഘടനയോടെ ആവിഷ്കരിക്കാൻ ചരിത്ര സമീപം സഹായിക്കുന്നു. അതിന്റെ താഴെ നമുക്ക് 2-3 പോയിന്റ് ഉണ്ട്. അപ്പൊ 2 മാർക്കിനാകുമ്പോൾ നമ്മൾ ഇത്ര എഴുതിയാൽ മതി. ഈ 2-3 പോയിന്റുകൾ ഉൾക്കൊള്ളിച്ചിട്ട് എഴുതാം. സംഭവത്തിൽ പങ്കുകൊണ്ടയാളോ ദൃക്സാക്ഷിയോ വിവരിച്ച സംഭവങ്ങൾ. 2ാമത് രേഖകളും മറ്റു വസ്തുക്കളും. 3ാമത്തത് ഏത് തരത്തിലുള്ള മായം ചേരാത്ത സ്മാരകങ്ങൾ എന്നിവ ഈ പഠനത്തിൽ ഉൾപ്പെടുത്തുന്നു. ഇനി ഇതിന്റെ വിശദീകരണം ഉണ്ട്. 2 മാർക്കായതുകൊണ്ട് ഇതുവരെ മതി. ആ ഗുണങ്ങൾ വരെ മതി. ഓക്കെ, ഇനി നമുക്കിതിൽ അടുത്തൊരു ചോദ്യം വരുന്നത് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ എക്സോഗമി ആൻഡ് എൻഡോഗമി എന്ന് പറയുന്നതാണ്. ഇത് നമ്മളെ വിവാഹത്തിന്റെ പാഠത്തിൽ വരുന്നുണ്ട്. മാരേജ് എന്ന് പറയുന്നത് ഏകദേശം നമ്മൾ ഗൈഡിൽ 12ാമത്തെ ചാപ്റ്ററിലാണ് മാരേജ് വരുന്നത്. ഓക്കെ, ഗൈഡിൽ ഏകദേശം ഒരു 57ാമത്തെ പേജിൽ അതിൽ പറയുന്നുണ്ട്. ഏറ്റവും താഴെ പറയുന്നുണ്ട് ഡിഫൈൻ എൻഡോഗമി. എൻഡോഗമി എന്ന് പറഞ്ഞാല് സ്വകുല വിവാഹം എന്നാൽ എന്ത് എന്നാണ് അതിന്റെ മലയാളത്തിൽ വരുന്നത്. ഓക്കെ, അതിന്റെ ആൻസർ പറയുന്നുണ്ട് സ്വവംശത്തിൽ നിന്നുള്ള വിവാഹത്തിനെയാണ് എൻഡോഗമി. ഒരേ വംശത്തിൽ നിന്ന് വിവാഹം കഴിക്കാൻ ഒരു ജാതിയിലുള്ള ആൾ അതേ ജാതിയിൽ തന്നെ വിവാഹം ചെയ്യുന്ന രീതിയാണ് എൻഡോഗമി. അപ്പൊ 1 മാർക്കായി. ഇനി എക്സോഗമിയും കൂടി പറയുകയാണെങ്കിൽ 2 മാർക്ക്. എക്സോഗമി എന്ന് പറഞ്ഞാൽ പരകുല വിവാഹം. ഒരു വംശത്തിലുള്ള ആള് അന്യവംശത്തിൽ നിന്ന് വിവാഹം കഴിക്കുന്ന രീതിയാണ് എക്സോഗമി എന്ന് പേരറിയപ്പെടുന്നത്. ഇനി അടുത്ത ചോദ്യമാണ്. ഓക്കെ, 2 മാർക്കിന്റെ അടുത്ത ചോദ്യം വായിക്കാം. ഇനി അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞ എൻഡോഗമി എക്സോഗമിയും അറിയാത്തവർക്ക് 27 ബി ക്വസ്റ്റ്യൻസ് ഉണ്ട്. എക്സ്പ്ലെയിൻ ഹൗ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഈസ് നോട്ട് ഫൗണ്ട് യൂണിവേഴ്സൽ. സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഏകീകൃതപരമായ രീതി അല്ല. സം ഓഫ് ദി ഇൻഇക്വാലിറ്റി, അതിൽ ഇൻഇക്വാലിറ്റി അസമത്വങ്ങളുണ്ട്. എല്ലാ സമൂഹത്തിലും അസമത്വങ്ങളുണ്ട് എന്നുള്ളതാണ്. അപ്പൊ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷന്റെ ഒരു അധ്യായം തന്നെ വരുന്നുണ്ട്. നമ്മൾ ഗൈഡില്
ഏകദേശം 16ാമത്തെ ചാപ്റ്ററിൽ വരുന്നുണ്ട്. 80ാമത്തെ പേജ് നോക്കുകയാണെങ്കിൽ സാമൂഹിക ശ്രേണീകരണത്തെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ ഇത് 2 മാർക്കിനായതുകൊണ്ട് നമുക്ക് വിശദീകരിച്ച് എഴുതേണ്ട ആവശ്യമില്ല, ചുരുക്കി എഴുതിയാൽ മതി. സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായ കാരണം ആദ്യകാല സമൂഹത്തിൽ വിവിധ ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നില്ല. എല്ലാ ഗോത്രങ്ങളും തുല്യമായിരുന്നു. ഇത്തരം സമൂഹങ്ങളിൽ വേട്ടയാടിയും അലഞ്ഞു തിരിഞ്ഞുമെല്ലാം ജീവിതമായിരുന്നു. അധികാരം, സമ്പത്ത്, പദവി എന്നിവയെല്ലാം നിലനിന്നിരുന്നില്ല. വർഗവ്യത്യാസവും ഉണ്ടായിരുന്നില്ല. ലിംഗഭേദത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു തൊഴിൽ വിഭജനം മാത്രം നിലനിന്നിരുന്നു. മുതിർന്നവരെ അനുസരിക്കുക, പുരുഷന്മാരെ ബഹുമാനിക്കുക എന്നീ വിശ്വാസങ്ങൾ നിലനിന്നിരുന്നു. ഇന്നത്തെ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ പുരാതന കമ്മ്യൂണിസത്തിൽ മുഴുവനായും വിശ്വസിക്കുന്നില്ല. പുരാതന കാലഘട്ടങ്ങളിലെ ആളുകൾക്കിടയിൽ സമത്വം നിലനിന്നിരുന്നു, എങ്കിലും ലിംഗഭേദ അടിസ്ഥാനത്തിലുള്ള വ്യത്യാസങ്ങൾ നിലനിന്നിരുന്നു. സമൂഹം വളരുന്നതിനനുസൃതമായി സമൂഹത്തിൽ രൂപം കൊള്ളുന്ന സങ്കീർണതകളാണ് സാമൂഹ്യ ശ്രേണീകരണത്തിന് കാരണമാകുന്നത്. 2 മാർക്കിനാകുമ്പോൾ ഇത് നമുക്ക് ഞാൻ പറഞ്ഞതിന്റെ ഏകദേശം ആൻസറും മതി. ഇനി അതിൽ വിശദീകരിക്കുന്നുണ്ട്, അത് ഞാൻ പറയുന്നില്ല. ഇനി അടുത്ത 2 മാർക്കിന്റെ ചോദ്യമാണ് ഞാൻ പറയുന്നത്. ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് ആൻഡ് അച്ചീവ്ഡ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിന് നമുക്ക് പറയുന്നുണ്ട്. ആ സ്റ്റാറ്റസിൽ തന്നെ 2 രീതിയിലുള്ള ഏകദേശം 9ാമത്തെ ചാപ്റ്റർ നിങ്ങൾക്ക് ഗൈഡിൽ കാണാം. ഗൈഡിൽ ഏകദേശം 44ാമത്തെ പേജിൽ കാണുന്നുണ്ട്. ആരോപിതപരമായതും നേടിയതുമായ പദവികൾ തമ്മിൽ വ്യത്യാസമുണ്ട്. ചില പദവികൾ വ്യക്തികളിൽ ആരോപിതമാണ്, മറ്റു ചിലതിൽ അവർ നേടുന്നതുമാണ്. ആരോപിത പദവികൾ അനൈച്ഛിക ഗണങ്ങളിലെ അംഗത്വം കൊണ്ടാണ് ലഭ്യമാകുന്നത്. ഉദാഹരണമായി പ്രായം, ലിംഗം, ബന്ധുത്വം എന്നിവ കൊണ്ട് ലഭിക്കുന്ന പദവികൾ ആരോപിത പദവികളാണ്. അതേസമയം വിവാഹ പദവിയും പിതൃത്വം അല്ലെങ്കിൽ മാതൃത്വം നേടുന്ന പദവിയുമാണ് ആരോപിത പദവി. ജന്മന ഉള്ളതാണ്, അത് ജന്മം കൊണ്ട് വന്നു ചേരുന്നത്. എന്നാൽ സ്വയം പ്രജ്ഞ കൊണ്ട് നേടിയെടുക്കുന്ന ആക്ഷൻ. അപ്പോൾ ഒരാൾ ജന്മന കിട്ടുന്നതാണ് എന്ന് പറയുന്നത് അയാൾക്ക് എന്താണ് ആരോപിത പദവി എന്ന് പറയുന്നത്. എന്നാൽ പിന്നെ അയാളുടെ കഴിവ് കൊണ്ട് നേടിയെടുക്കുന്നതാണ് എന്ന് പറയുന്നത് അച്ചീവ്ഡ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പ്ലെയിൻ ഹൗ ഡു വുമൺ സബ്ജക്ട് എക്സ്പ്ലോയ്ഡ് ഡ്യൂ ടു വേരിയസ് സോഷ്യോ കൾച്ചറൽ പ്രാക്ടീസ്. സ്ത്രീകള് ഒരുപാട് ചൂഷണങ്ങൾ നേരിട്ടുണ്ട്. ഇത് ഞാൻ പുസ്തകം നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് പൊതുവായിട്ട് ഇതിന്റെ ആൻസർ പറയാം. 2 മാർക്കാണ്. അവരുടെ സാമൂഹിക സാംസ്കാരിക രീതിയിൽ ഒരുപാട് ചൂഷണങ്ങൾ സ്ത്രീകൾ നേരിടുന്നുണ്ടെന്നാണ്. പുരുഷന്മാരെ അപേക്ഷിച്ച് അവർക്ക് ഒരുപാട് ചൂഷണങ്ങൾ സമൂഹത്തിൽ, ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ പല ഭാഗങ്ങളിലും സ്ത്രീകൾ ഇന്ന് ചൂഷണം അനുഭവപ്പെടുന്നുണ്ട്. ജാതി, മത, വർഗ വ്യത്യാസമില്ലാതെ എല്ലാ സ്ത്രീകൾക്കും ചൂഷണം അത് പല രീതിയിൽ അവർക്ക് വരുന്നുണ്ട്. ഒരു സ്ത്രീയായി ജനിച്ചതിന്റെ പേരിൽ ചൂഷണം അനുഭവിക്കുന്നവരുണ്ട്. അതേപോലെ തന്നെ ബാലവേലയുടെ സ്ത്രീകൾ എവിടെയെങ്കിലും ജോലിക്ക് പോകുന്നതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ കമ്പനികളിലോ ഫാക്ടറികളിലോ അവരെ ചൂഷണത്തിന് അടിമയായി പോകുന്നുണ്ട്. അതേപോലെ തന്നെ വിവാഹം കഴിഞ്ഞതിന് ശേഷമുള്ള പീഡനങ്ങളും മറ്റു പ്രശ്നങ്ങളും കാരണം അവര് ചൂഷണം അനുഭവപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ ജനിക്കുന്ന കുഞ്ഞ് പെൺകുഞ്ഞാണെന്ന് അറിഞ്ഞതിന്റെ പേരിൽ അവരെ ചൂഷണം ചെയ്യുന്നുണ്ട്. ഇന്ന് സമൂഹത്തിൽ പുരുഷന്മാർ ചെയ്യുന്ന അതേ ജോലികൾ സ്ത്രീകൾക്ക് ചെയ്താലും അവർക്ക് കുറഞ്ഞ വേതനം കൊടുത്ത് അവരെ ചൂഷണം ചെയ്യുന്നുണ്ട്. അപ്പൊ 2 മാർക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മതി. ഇനി അടുത്ത ചോദ്യം നോക്കുക. 30ാമത്തെ ചോദ്യം. ഹൈലൈറ്റ് ദ റോൾ ഓഫ് നെയ്ബർ ആസ് ഏജന്റ് ഓഫ് സോഷ്യൽ കൺട്രോൾ. റോൾ ഓഫ് നെയ്ബർ, ഈ അയൽക്കാര് സാമൂഹിക നിയന്ത്രണത്തിൽ അവരുടെ പങ്ക് എന്ത് എന്നുള്ളതാണ് പറയുന്നത്. അതിന്റെ ആൻസർ നമുക്ക് ഏകദേശം ഗൈഡിൽ 99ാമത്തെ പേജിൽ കാണുന്നുണ്ട്. സോഷ്യൽ കൺട്രോൾ എന്ന് പറഞ്ഞിട്ട് തന്നെ നമുക്ക് ഒരു ചാപ്റ്റർ കാണുന്നുണ്ട്. ഏകദേശം 20ാമത്തെ ചാപ്റ്റർ ഗൈഡിൽ കാണും. അതിന്റെ അവസാന ഭാഗത്ത് ഗൈഡിൽ ഒരു ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ട്. എക്സ്പ്ലെയിൻ ദി റൂൾ ഓഫ് ഫാമിലി ആൻഡ് നെയ്ബർ ഇൻ സോഷ്യൽ കൺട്രോൾ. ഇതിൽ ഫാമിലിയും അതേപോലെ തന്നെ അയൽപക്കത്തിനുമുള്ള പങ്ക്, സാമൂഹ്യ നിർണ്ണയത്തിൽ കുടുംബത്തിനും അയൽപക്കത്തിലുള്ള പങ്ക് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് 2 മാർക്ക് ആയതുകൊണ്ട് ഇതിൽ അയൽപക്കത്തിന്റെ മാത്രമാണ് ചോദിച്ചത്. കുടുംബവും അയൽപക്കക്കാരും ഓരോ വ്യക്തികൾ ജീവിക്കുന്ന സാഹചര്യങ്ങളും സാമൂഹ്യ നിയന്ത്രണത്തിന് സഹായിക്കുന്നു. കുടുംബമാണ് വ്യക്തികളുടെ സാമൂഹ്യവൽക്കരണത്തിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കുന്നത്. നമ്മുടെ പാരമ്പര്യങ്ങളും സംസ്കാരങ്ങളും ആചാരങ്ങളും തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യുന്നതിന് കുടുംബത്തിന്റെ പങ്ക് വലുതാണ്. ഇത് കുടുംബത്തെ കുറിച്ചിട്ടാണ് ഇതിൽ കുറച്ച് പറയുന്നുണ്ട്. പിന്നെ നമ്മളെ അയൽപക്കത്തെ കുറിച്ചിട്ടും ഇതിൽ പറയുന്നുണ്ട്.
കുടുംബം അയൽപക്കക്കാരും വളരെയധികം സഹായിക്കുന്നുണ്ട്. ഗ്രാമങ്ങളിലും നഗരങ്ങളിലെയും അയൽപക്കവും ജീവിത സാഹചര്യവും വ്യത്യസ്തമാണ്. ഗ്രാമങ്ങളിൽ നേരിട്ടുള്ള വ്യക്തിപരമായ ഒരു അടുപ്പം വ്യക്തികൾ തമ്മിൽ ഉണ്ടായിരിക്കും. ഇത് അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നതിനും പരസ്പരം വിമർശിക്കുന്നതിനുമുള്ള അവസരം ലഭിക്കുന്നു. ഇത്തരം സാഹചര്യങ്ങൾ ജനങ്ങൾക്ക് തെറ്റ് മനസ്സിലാക്കി പെരുമാറാൻ സഹായിക്കുന്നു. കുടുംബത്തിലെ മുതിർന്നവർ അടുത്ത തലമുറക്ക് പറഞ്ഞു കൊടുക്കുന്ന ആചാരമര്യാദകളും സംസ്കാരങ്ങളും സാമൂഹ്യ നിയന്ത്രണത്തെ വളരെയധികം സഹായിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഇനി 2 മാർക്കിന്റെ അടുത്ത ക്വസ്റ്റ്യൻസ് ആണ്. എക്സ്പ്ലെയിൻ ഡിഫറൻറ്റ് 31 എയും ബിയും ഉണ്ട്. നമ്മൾ എ ക്വസ്റ്റ്യൻസ് മാത്രം ഫസ്റ്റ് പറയുന്നുണ്ട്. എക്സ്പ്ലെയിൻ ഡിഫറൻറ്റ് കോസസ് ഓഫ് കറക്ഷൻ ദാറ്റ് ഈസ് പ്രസന്റ്. അഴിമതികൾ നടക്കുന്നുണ്ട്. അഴിമതിയുടെ വിവിധ കാരണങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. പല മേഖലകളിൽ ഇന്ന് അഴിമതി ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇത് നമുക്ക് ഗൈഡിൽ 29ാമത്തെ ചാപ്റ്ററിൽ കാണുന്നുണ്ട്. ഇന്ത്യയിലെ പ്രധാന സാമൂഹ്യ പ്രശ്നങ്ങൾ അതിൽ പെട്ടതാണ് അഴിമതി. സമൂഹത്തിൽ സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ പദവി ഉയർത്തുന്നതിനും ആർഭാട ജീവിതം നയിക്കുന്നതിനും പുതിയ വീട് എടുക്കുന്നതിനും തുടങ്ങിയ നിരവധി കാരണങ്ങൾ അഴിമതിക്ക് കാരണമാകുന്നുണ്ട്. കുട്ടികളെ ഉയർന്ന നിലയിൽ പഠിപ്പിക്കാനും സമ്പത്ത് വീണ്ടും വീണ്ടും നേടാനും വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിക്കാനുമായി ആളുകൾ അഴിമതി നടത്തുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, 2 മാർക്കിന് നമുക്ക് ഇത്ര മതി. ഓക്കെ, ഇനി നമുക്ക് ഇതിലൊരു ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ലാസ്റ്റ് ക്വസ്റ്റ്യൻസ് 2 മാർക്കിന്റെ. നെയിം ഇനി 5 സോഷ്യോ എക്കണോമിക് പ്രോബ്ലം പോപ്പുലേഷൻ എക്സ്പ്ലോയിറ്റേഷൻ ആണ്. പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ അല്ലെ, അതായത് ജനസംഖ്യ വിസ്ഫോടനം കൊണ്ടുണ്ടാകുന്ന സാമൂഹിക സാമ്പത്തിക പ്രശ്നങ്ങൾ എന്തെല്ലാമാണെന്നുള്ളത്. അതും 29ാമത്തെ ചാപ്റ്ററിൽ ഗൈഡിൽ 9ാമത്തെ ക്വസ്റ്റ്യൻസ് ആയിട്ട് കാണുന്നുണ്ട്. അതിന്റെ ആൻസർ ജനസംഖ്യ വിസ്ഫോടനം കൊണ്ടുണ്ടാകുന്ന സാമൂഹ്യ സാമ്പത്തിക പ്രശ്നങ്ങൾ. അതിന്റെ ആൻസർ പറയുന്നുണ്ട്. ഭക്ഷ്യ പ്രതിസന്ധി വരുന്നുണ്ട്, രൂക്ഷമായ തൊഴിലില്ലായ്മ വരുന്നുണ്ട്, പാർപ്പിട പ്രശ്നമുണ്ട്, ഭൂമിക്ക് മേലുണ്ടാകുന്ന പല വിധത്തിലുള്ള സമ്മർദ്ദങ്ങൾ വരുന്നുണ്ട്, രോഗാതുരത വരുന്നുണ്ട്, നിരക്ഷരതയുടെ വർധന വരുന്നുണ്ട്, പട്ടിണിയും ദാരിദ്ര്യവും വരുന്നുണ്ട്, അതേപോലെ തന്നെ ജലദൗർലഭ്യം വരുന്നുണ്ട്, വികസനമില്ലായ്മ വരുന്നുണ്ട്, അക്രമം, കുറ്റകൃത്യം എന്നിവ വർദ്ധിക്കൽ, ജീവിത നിലവാരത്തിന്റെ തോതിലുള്ള തകർച്ച. ഇത്രയാണ് നമുക്കിതിൽ വരുന്നത്. ഇനി 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്ത വീഡിയോസിൽ അവതരിപ്പിക്കും. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ സംശയങ്ങളോ അഡ്മിഷൻ സംബന്ധമായ കാര്യങ്ങൾക്കോ നമ്മുടെ സ്ഥാപനവുമായി കോൺടാക്ട് ചെയ്യുക. NIOS ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ 9037114679. ഓക്കെ, താങ്ക് യു.